നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വയനാട് ലോക്സഭാ അംഗമായി 4,10,931 വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചതു മുതൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത BJPയുടെ ദേശീയ നേതാക്കൾക്ക് തന്നെയാണ്. അതിൽ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും വലിയ തോതിലുള്ള അതൃപ്തിയുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ജനാധിപത്യ മാർഗത്തിലൂടെ ഒരു മണ്ഡലത്തിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചിരിക്കുകയാണ്. JPCയിൽ അംഗമായി കഴിഞ്ഞിരിക്കുകയാണ്. JPCയുടെ അധ്യക്ഷനായിട്ടുള്ള ജഗദാംബിക പാൽ കൃത്യമായും നീക്കങ്ങൾ നടത്തുമ്പോൾ അതിലെ അംഗങ്ങൾ പറയുന്ന കാര്യം കേട്ടേ മതിയാവുകയുള്ളൂ. BJPക്ക് ഉടന്തരെ ഒരു രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളാൻ കഴിയില്ല. വൺ ഇന്ത്യ വൺ ഇലക്ഷൻ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വഖഫ് നിയമം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ JPC എടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കും. പ്രിയങ്ക ഗാന്ധിയാണ് വാസ്തവത്തിൽ BJPയുടെ അജണ്ടകളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധിയെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു യൂണി ഡയറക്ഷണൽ സ്റ്റെപ്പാണ് BJP നേതൃത്വം എടുത്തതെങ്കിൽ ഇന്ന് രാഹുലിനെയും പ്രിയങ്കയും ഒരുപോലെ എങ്ങനെ രാഷ്ട്രീയപരമായി കൈകാര്യം ചെയ്യണം എന്നത് ആലോചിച്ച് തലമുകയ്ക്കുകയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കൂട്ടരും. വാസ്തവത്തിൽ ക്യാബിനറ്റിൽ ഭിന്നാഭിപ്രായം ഉടലെടുത്തിരിക്കുന്നു. ഗഡ്കരിക്ക് ഈ അഭിപ്രായത്തോട് യോജിപ്പില്ല. സമവാക്യത്തിലേക്ക് എത്താനാണ് ഗഡ്കരിയുടെ തീരുമാനമെങ്കിൽ അതല്ല, എല്ലാം പരസ്പരം പോരടിച്ച് കലഹിച്ച് വിരട്ടിയും വിലപേശിയുമാണ് ജയിക്കേണ്ടത് എന്ന പഴയ തന്ത്രം തന്നെയാണ് അമിത്ഷാ കൃത്യമായി ഉപദേശിച്ചു കൊടുക്കുന്നത്. എന്നാൽ അത് BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത ഈ സർക്കാരിൻ്റെ കാലയളവിൽ നടക്കില്ല എന്നത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു വിടുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും. പ്രതിപക്ഷത്തിൻ്റെ മുഖമാണ് പ്രിയങ്ക എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ലോക്സഭയിൽ BJPയുടെ വനിതാംഗങ്ങൾക്ക് പോലും പ്രിയങ്കയോട് മതിപ്പാണ്. പ്രിയങ്ക പറയുന്ന ഓരോ വാക്കുകളും അവർ വലിയ ആരവത്തോടെ ഏറ്റെടുക്കുന്നു. ഇത് വാസ്തവത്തിൽ BJP നേതാക്കൾക്ക് ഉണ്ടാക്കുന്ന അസ്വസ്ഥത ചെറുതൊന്നുമല്ല എന്നുള്ളത് നാളിതുവരെയുള്ള അവരുടെ പ്രകടനം കാണുമ്പോൾ വ്യക്തമാണ്. പ്രിയങ്ക JPCയിലെ അംഗമായതിനു ശേഷമുണ്ടായ നടപടിക്രമങ്ങൾ ഏതു തന്നെ നോക്കിയാലും BJPക്ക് അത്ര അനായാസം ബില്ലുകൾ പാസ്സാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അവരുടെ അജണ്ടകൾക്ക് ഏറ്റ തിരിച്ചടി കൂടിയാണ് ഇത് എന്ന് ബോധ്യപ്പെടുത്തുക കൂടി ഈ സാഹചര്യമുണ്ട്. പ്രിയങ്കയെ അയോഗ്യയാക്കാൻ എന്താണ് നടപടി, തെരഞ്ഞെടുപ്പിനെ റദ്ദാക്കാൻ എന്താണ് വഴിയെന്ന് സംസ്ഥാനവുമായി കൂടിയാലോചിച്ച് BJPയുടെ കേന്ദ്ര നേതാക്കൾ തലങ്ങും വിലങ്ങും ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കിയെങ്കിലും ഇലക്ഷന് നൽകിയ അഫിഡവിറ്റ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ തിരിമറിയുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി BJPയെ സംബന്ധിച്ചിടത്തോളം. കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇത്രമേൽ ശക്തമായി ഏറ്റവും സ്ഫുടമായി ശകാരിക്കാൻ പ്രിയങ്കയ്ക്ക് ഒരുപക്ഷെ രാഹുലിനേക്കാൾ മികച്ച വൈഭവമുണ്ട് എന്ന് ദേശീയ നേതാക്കൾ വെറുതെ പറയുന്നതല്ല. ലോക്സഭയിലും രാജ്യസഭയിലും BJPയെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ സങ്കീർണമായ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉദിച്ചു നിൽക്കുന്നു. ലോക്സഭയിൽ 4/3 ഭൂരിപക്ഷം ലക്ഷ്യമിട്ട BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്തതും രാജ്യസഭയിൽ ഇലക്ഷൻ കമ്മീഷനെ മറയാക്കി, ഇലക്ഷൻ കമ്മീഷനെ ദുരുപയോഗിച്ച് ഓരോ സംസ്ഥാന തെരഞ്ഞെടുപ്പിലും അട്ടിമറി വിജയം നേടി രാജ്യസഭയിൽ BJP അംഗങ്ങളുടെ എണ്ണം കൂട്ടിക്കളയാമെന്നുള്ള അവരുടെ തന്ത്രങ്ങളെ പൊളിച്ചെടുക്കുന്ന നീക്കവും ഇപ്പോൾ ഇതേപോലെ കോൺഗ്രസ് അവലംബിക്കുമ്പോൾ പ്രിയങ്കയുടെ കൂർമ്മബുദ്ധി, പ്രിയങ്കയുടെ ശക്തി, ഇച്ഛാദാർഢ്യം അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ BJPക്ക് പ്രഹരവും ഒരേ സമയം അസമാധാനവും നൽകുകയാണ്.